നമസ്കാരം. മരിച്ചുപോയ പ്രശസ്തരുടെ ശരീരഭാഗങ്ങൾ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെക്കുന്നത് നാം കേട്ടിട്ടുണ്ട്. ഐൻസ്റ്റീൻ്റെ തലച്ചോറും ഗലീലിയോയുടെ വിരലുമൊക്കെ അത്തരത്തിൽ ലോകമെന്നും കൗതുകത്തോടെ നോക്കിക്കാണുന്നുണ്ട്. എന്നാൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ തൻ്റെ ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റിയ സ്വന്തം ഹൃദയം ഒരു മ്യൂസിയത്തിൽ പോയി കാണുക എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാനാകുമോ? കേൾക്കുമ്പോൾ സിനിമാ കഥ പോലെ തോന്നാമെങ്കിലും ബ്രിട്ടീഷ് യുവതിയായ ജെന്നിഫർ സട്ടൻ്റെ ജീവിതത്തിൽ ഇത് പച്ചയായ യാഥാർത്ഥ്യം തന്നെയാണ്. അതീവ ഗുരുതരമായ റെസിസ്ട്രിക്റ്റീവ് കാർഡിയോ മയോപ്പതി എന്ന ഹൃദയരോഗമായിരുന്നു ജെന്നിഫറിനെ തളർത്തിയത്. ഹൃദയപേശികൾ കഠിനമാകുകയും രക്തം പമ്പ് ചെയ്യാനുള്ള ശേഷി നിലയ്ക്കുകയും ചെയ്യുന്ന ഈ അവസ്ഥ ജെന്നിഫറിനെ മരണത്തിൻ്റെ വക്കിലെത്തിച്ചു. 2007 തൻ്റെ 22ാമത്തെ വയസ്സിൽ ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ മാത്രമാണ് ജെന്നിഫർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. തനിക്ക് പുതുജീവൻ നൽകിയ ഡോക്ടർമാരോടും ഹൃദയം ദാനം നൽകിയ ആ വലിയ മനസ്സിനോടും നന്ദി പറയുമ്പോഴും തന്നോടൊപ്പം ഇത്രയും കാലം നടന്ന ആ പഴയ ഹൃദയം എവിടെയാണെന്നറിയാൻ അവൾക്ക് വലിയ ആഗ്രഹമായിരുന്നു. വൈദ്യശാസ്ത്ര പഠനത്തിനായി തൻ്റെ ഹൃദയം വിട്ടു നൽകാൻ അവൾ തയ്യാറായതും അതുകൊണ്ടാണ്. ഇതിനിടയിലാണ് ലണ്ടനിലെ ഹണ്ടേറിയൻ മ്യൂസിയത്തിന് തൻ്റെ പഴയ ഹൃദയം പ്രദർശനത്തിന് വെച്ചിട്ടുണ്ടെന്ന വിവരം അവൾ അറിയുന്നത്. 16 വർഷങ്ങൾക്ക് ശേഷം ആ പഴയ സ്നേഹിതനെ കാണാൻ അവൾ മ്യൂസിയത്തിലെത്തി. ഒരു ഗ്ലാസ് ഭരണിക്കുള്ളിൽ ഫോർമാലിനിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന തൻ്റെ പഴയ ഹൃദയത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ജെന്നിഫർ പറഞ്ഞത് ഇത് ശരിക്കും അവിശ്വസനീയമാണ് എന്നാണ്. 22 വർഷം എൻ്റെ ഉള്ളിലിരുന്ന് എന്നെ ജീവിപ്പിച്ചത് ഇതാണ്. ഇപ്പോൾ അതിനെ ഇങ്ങനെ പുറത്തു കാണുമ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു വികാരം തോന്നുന്നു എന്നാണ് അവർ പറഞ്ഞത്. ആധുനിക ശാസ്ത്രം എത്രത്തോളം വളർന്നു എന്നതിൻ്റെ ജീവിക്കുന്ന തെളിവാണ് ജെന്നിഫർ. തകരാറിലായ ഒരു അവയവത്തെ മാറ്റി സ്ഥാപിക്കാനും ആ മനുഷ്യനെ വീണ്ടും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനും കഴിയുന്നത് വലിയൊരു അത്ഭുതം തന്നെയാണ്. ഒപ്പം അവയവദാനത്തിലൂടെ ഒരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം ജീവൻ തന്നെയാണെന്ന് ജെന്നിഫറിൻ്റെ കഥ നമ്മെ ഓർപ്പിക്കുന്നു. വെറും 22 വയസ്സുള്ളപ്പോഴാണ് ജെന്നിഫർ ഈ ഒരു വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടത്. പടികൾ കയറുന്നതും ചെറിയ ദൂരങ്ങൾ നടക്കുന്നതും പോലും അവൾക്ക് അസാധ്യമായി തോന്നി. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഓരോ നിമിഷവും മരണം തൊട്ടടുത്തെത്തുന്നതായി അവർ ഭയപ്പെട്ടിരുന്നു. എൻ്റെ ശരീരം തന്നെ എനിക്ക് ഭാരമായി മാറുന്നത് പോലെ തോന്നിയിരുന്നു എന്നാണ് ആ നാളുകളെക്കുറിച്ച് അവർ പറഞ്ഞത്. എന്നാൽ തളരാൻ അവർ തയ്യാറല്ലായിരുന്നു. ശാസ്ത്രത്തിലുള്ള വിശ്വാസവും ജീവിതത്തിനോടുള്ള അടങ്ങാത്ത ആഗ്രഹവുമാണ് ആ കഠിനമായ കാത്തിരിപ്പിനൊടുവിൽ അവരെ ഓപ്പറേഷൻ തിയേറ്ററിലെത്തിച്ചത്. അവിടെ നിന്നാണ് ലോകത്തെ അമ്പരിപ്പിച്ച ഈ 2ാം ജന്മത്തിൻ്റെ തുടക്കം. നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞു ഹൃദയം ഒരു ഭരണിക്കുള്ളിൽ പുറത്തിരിക്കുന്നത് നേരിൽ കാണേണ്ടി വരിക എന്നത് എത്ര വിചിത്രമായ അനുഭവമായിരിക്കും. ജെന്നിഫർ സട്ടൻ്റെ ജീവിതം പ്രതീക്ഷയുടെയും നന്ദിയുടെയും വലിയൊരു പാഠമാണ് നമുക്ക് നൽകുന്നത്. മരണം തൊട്ടുമുന്നിൽ വന്ന് നിന്നപ്പോഴും പതറാതെ അവർ പോരാടിയതും ശാസ്ത്രം അവരെ കൈപിടിച്ചുയർത്തി ചരിത്രത്തിലെ തന്നെ അപൂർവമായ നിമിഷമാണ്. വെബ് ഡെസ്ക് തത്തുമൈ TV.